ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ താമരശ്ശേരി രൂപതയും ഒരുങ്ങുന്നു. ശനിയാഴ്ച മുതൽ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് KCYM നേതൃത്വം അറിയിച്ചു. സിനിമാ പ്രദർശനത്തെ പിന്തുണച്ച് സിറോ മലബാർ സഭ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിനിടയിൽ സിനിമ പ്രദർശിപ്പിക്കുന്നവരുടെ രാഷ്ട്രീയത്തിൽ വീഴാൻ താൽപ്പര്യമില്ലെന്ന് തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി. എല്ലാവരും സിനിമ കാണണമെന്നാണ് കത്തോലിക്ക സഭയുടെ യുവജന വിഭാഗമായ KCYMന്റെ ആഹ്വാനം. താമരശ്ശേരി രൂപതയുടെ KCYM യൂണിറ്റുകളിൽ ശനിയാഴ്ച മുതൽ ചിത്രം പ്രദർശിപ്പിക്കും. കുട്ടികളെ ബോധവൽക്കരിക്കാനാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതെന്നും KCYM. കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം എന്ന രീതിയിലുള്ള സംഗതി കുട്ടികൾക്ക് മാത്രമല്ല ഞാൻ പറയട്ടെ പേരൻസിനും ഇതൊരു വലിയ ബോധവൽക്കരണമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഈ സിനിമ പകരുന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമ പ്രദർശിപ്പിക്കുന്നത് തടയാനാകില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസും പ്രതികരിച്ചു. തലശ്ശേരി അതിരൂപതയിലെ KCYM നേതൃത്വവും സിനിമ പ്രദർശിപ്പിക്കാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പായതിനാൽ പള്ളികളിൽ പ്രദർശിപ്പിക്കില്ലെന്ന് തലശ്ശേരി രൂപത അറിയിച്ചു. ഗവൺമെന്റ് അംഗീകരിച്ച സെൻസർ ബോർഡ് വഴി വന്നിരിക്കുന്ന ഒരു സിനിമ, ആ സിനിമ പ്രദർശനത്തെ ആർക്കും ഇവിടെ അതിനെ സ്റ്റേ ചെയ്യും, അതിന് നിരോധനം ഏർപ്പെടുത്തി ചെയ്യാത്തോളം ആ സിനിമ പ്രദർശിപ്പിക്കുന്നത് നമുക്ക് എന്താ അഭിപ്രായം പറയാനാണ്. സിനിമാ പ്രദർശനത്തിനെതിരെ യാക്കോബായ സഭാ മെത്രോപ്പൊലീത്ത ഗീവർഗീസ് കൂർലോസ് രംഗത്തെത്തി. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് അങ്ങനെ ഒരു പ്രദർശനം നടത്തുമ്പോൾ അത് ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന്, ഒരു മതേതര സമൂഹത്തിന് നൽകുന്നത് എന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള വാദത്തിൽ കഴമ്പില്ല. അത് എന്തുകൊണ്ടും പ്രതിഷേധാർഹം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയും സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.